ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു അടിപൊളി സോയ ഡ്രൈ റോസ്റ്റ് ആണ്. ഇത് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇത് അധികം വലുതുമല്ല, എന്നാൽ വളരെ ചെറുതുമല്ല, രണ്ടിൻ്റെയും നടുക്കുള്ള ഒരു വലുപ്പത്തിലുള്ള ഒരു സോയാബീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. സോയാബീൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നോളും. 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം മാറ്റിയെടുത്ത് വീണ്ടും ഒരു 4-5 പ്രാവശ്യം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ പിഴിഞ്ഞ് ഇതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ സോയാബീനിലെ കംപ്ലീറ്റ് വെള്ളമൊക്കെ മാറ്റിയെടുത്തുള്ള സോയാബീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും ചേർത്തതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല, കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സമയമുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചാൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മസാല തേച്ച ഉടനെ തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ സോയ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും സോയാബീൻ്റെ കളറൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സെയിം കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുത്താണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 1 മിനിറ്റോടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നല്ല സമയത്ത് തന്നെ ഉള്ളി വഴറ്റി കൊടുക്കാൻ, നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരണം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വഴറ്റുമ്പോഴത്തേക്ക് ഈ കളറായി കിട്ടും കേട്ടോ. എന്നാലാണ് ഈ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവണ്ട. ഒരു 2 മിനിറ്റൊക്കെ തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിച്ചത്. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഈ ഒരു റോസ്റ്റിൽ, അപ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. സോസിൻ്റെ അളവ് കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് ചെറുതായിട്ട് ഒരു മധുരവും ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. സോസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോയ ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ സോയാബീൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കും ഒന്നും കൂടെ നമുക്ക്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.